നമ്മൾ അന്വേഷിക്കുമ്പോഴെന്ന് പറഞ്ഞ് എല്ലാം അന്വേഷിക്കണമല്ലോ. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം കിട്ടിയത്. അതായത് ഈ റാഫിയുടെ കെണിയിൽ പെടുന്നത് ഷഹല മാത്രമല്ല. ഷഹലയ്ക്ക് മുന്നേ ഒരുപാട് പേര് നാട്ടിൽ ശരിക്കും പറഞ്ഞ ഈ റാഫിയുടെ കെണിയിൽ പെട്ടിട്ടുണ്ട്. ഒരുപാട് പ്രവാസികളുടെ ഭാര്യമാർ കെണിയിൽ പെട്ടിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഈ റാഫി എന്ന് പറയുന്ന കൊടും ക്രിമിനലിനെ മനസ്സിലാക്കാൻ അവിടെയുള്ള നാട്ടുകാർ ശ്രമിച്ചില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഈ റാഫി എന്ന് പറയുന്നവൻ എങ്ങനെയുള്ളവനാണ്, അവൻ്റെ പശ്ചാത്തലം എന്താണ്, അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എന്താണ്, ഇതൊന്നും അന്വേഷിക്കാൻ ഒരു മനുഷ്യന്മാർ പോലും വരത്തില്ല, ഒരു കമ്മിറ്റിക്കാർ പോലും വരത്തില്ല, ഒരു രാഷ്ട്രീയക്കാർ പോലും വരത്തില്ല. അതിൻ്റെ ഇരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രവാസികളുടെ ഭാര്യമാർ തന്നെയാണ്. കാരണം ഇവൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം, അതായത് ഡിസ്പ്ലേ മാറ്റാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കവർ ഇടാനോ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവൻ്റെ അടുത്ത് മൊബൈൽ എത്തിക്കഴിഞ്ഞാൽ ഇവൻ അതിൻ്റെ അകത്ത് നിന്നും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കമ്പ്യൂട്ടറിലേക്ക് അതിൻ്റെ അകത്തുള്ള ഡാറ്റാസ്, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ സ്വകാര്യ ചിത്രങ്ങൾ, അതായത് കുടുംബത്തിനോടൊപ്പം നിൽക്കുന്നതും പിന്നെ അവരുടെ വീട്ടിൽ നിന്നെടുത്ത ചിത്രങ്ങൾ, ഈ ചിത്രങ്ങളെല്ലാം ഇവന്റെ ഡേറ്റാസിലേക്ക് ഇവന്റെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുന്നു. പിന്നീട് ഇത് കാണിച്ചുകൊണ്ടാണ് ഇവൻ വീട്ടമ്മമാരെ, അതായത് പ്രവാസികളുടെ ഭാര്യമാരെ കൃത്യമായിട്ടും ഭീഷണിപ്പെടുത്തുന്നത്. ഈ ദൃശ്യങ്ങൾ ഞാൻ വെളിയിലേക്ക് അയക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് അയച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ നെറ്റിലിടും എന്നൊക്കെ പറയുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോകില്ലേ മക്കളെ? അതായത് പെട്ടുപോകും, കൃത്യമായിട്ട് പെട്ടുപോകും. ഞാനിത് ഷഹലയെ ന്യായീകരിക്കാൻ പറയുന്നതല്ല. ഷഹല എന്ന് പറയുന്ന വീട്ടമ്മ ചെയ്തത് വളരെയധികം ബുദ്ധിമോശമായ കാര്യം തന്നെയാണ്. അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഭർത്താവിനോട് പറയുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ്ട് ഇവനൊക്കെ പൈസ കൊടുക്കുന്നതിന് മുമ്പേ ഭർത്താവിനോട് പറയാമായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തുറന്നു പറയാമായിരുന്നു. അപ്പോഴും ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എല്ലാ ഭർത്താക്കന്മാരും വിശ്വസിക്കുമോ? ഒരിക്കലും വിശ്വസിക്കത്തില്ല. ചില ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഭയങ്കരമായിട്ട് ഭാര്യമാരെ, അതായത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരുത്തൻ കമന്റ് അടിച്ചിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, നീ എന്തിനാ ഓന്റെ മുമ്പിലോട്ട് മയങ്ങി കിട്ടി നടക്കാൻ പോയത്? നീ എന്തിനാ ഓന്റെ മുന്നിലോട്ട് ഇങ്ങനെ എല്ലാം കുലുക്കിയിട്ടും ഇതാക്കിയിട്ടും നടക്കാൻ പോകുന്നത്? നിനക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നൂടെ എന്നുള്ള പഴിയാണ് കേൾക്കുക. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് അടിച്ചവന ഒരു കാരണത്താലും അവനോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും ഇവർ നിൽക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് അവിടെയും കുറ്റപ്പെടുത്താൻ തൻ്റെ ഭാര്യയാണ് അവിടെ പോയിട്ട് അവനെ കണ്ണും കൈയും കാണിക്കുന്നത് എന്നുള്ള തരത്തിലാണ് വരുത്തി തീർക്കുക. അങ്ങനെ ഈ റാഫി എന്ന് പറയുന്നവൻ പലരെയും ഭീഷണിപ്പെടുത്തിയിട്ട് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ പലതും കവർന്നെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അറിയാറില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞ് കാലു പിടിച്ച് കുറച്ച് പൈസയും കൊടുത്ത് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് തമിഴ്നാട്ടിൽ എന്തോ ഒരു കടയും ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു സ്ത്രീയുമായിട്ട് ഇതേപോലെ പരിചയത്തിലാകുകയും ആ സ്ത്രീയെ ഗർഭിണിയാക്കുകയും പിന്നീട് അവിടെ നിന്നും നാട്ടുകാരെ അടിച്ചോടിക്കുകയാണ് ചെയ്തത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷമാണ് ഈ പഹയൻ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെത്തിയതിന് ശേഷം മൊബൈൽ കടയിടുന്നത്. ഈ മൊബൈൽ കട എന്ന് പറയുന്നത് അവനൊരു സൈഡ് ബിസിനസ് മാത്രമാണ്. അതായത് അവൻ്റെ ആ ഒരു കുറ്റകൃത്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനം മാത്രമാണ് ഈ മൊബൈൽ കട. ഈ മൊബൈൽ കടയിലാണല്ലോ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് പെണ്ണ് വരുന്നത്. അല്ലാതെ വേറൊരു പലചരക്ക് കടയാണെങ്കിൽ അങ്ങനെ എപ്പോഴും ആൾക്കാർ വരണമെന്നില്ല. സ്റ്റേഷനറി കടയാണെങ്കിലും അങ്ങനെ ആൾക്കാർ വരണമെന്നില്ല. ഈ പെണ്ണുങ്ങൾ വരാനുള്ള കടകൾ എന്ന് പറഞ്ഞാൽ ഒന്നും മൊബൈൽ, അതുമാത്രവുമല്ല അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള എളുപ്പ കാര്യം മൊബൈൽ തന്നെയാണ്. അപ്പോൾ മൊബൈലിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ആയിട്ട് ആൾക്കാർ വരുമ്പോഴായിരിക്കാം ആ മൊബൈലിൽ നിന്ന് നിമിഷ നേരം കൊണ്ട് ആരും അറിയാതെ അവരുടെ സ്വകാര്യ ചിത്രങ്ങളെല്ലാം ചൊട്ടും. ആ ചൊട്ടിയതിന് ശേഷം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും കവർന്നെടുക്കും. അങ്ങനെയുള്ള ഒരു കൊടും ക്രിമിനലാണ് ഈ റാഫി എന്ന് പറയുന്നവൻ. ഏതായാലും ഈ റാഫിയെ ഒരാൾക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴാണ് റാഫി എന്ന് പറയുന്നവൻ എല്ലാവർക്കും മനസ്സിലായത്. ഇനി അവൻ ഒരു കട അവിടെ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അവൻ അവിടുന്ന് അടിച്ചോടിക്കും. ഇവനാണെങ്കിൽ എന്താ ചെയ്യുക? ഇവൻ അടുത്ത മേച്ചിൽ പുറവും തേടിയിട്ട് പോകും. അതായത് ഇവൻ ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാസർഗോഡായിരിക്കും, ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കോഴിക്കോടായിരിക്കും, ഇല്ലേ കണ്ണൂരായിരിക്കും. ഇവൻ എവിടെയാണ് ഇനി മേച്ചിൽപ്പുറം കിട്ടുക? ആ ഒരു പരിസരത്തേക്കാണ് വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ആലോചിക്കണം, ജാഗ്രത വേണം. അതായത് ഇവനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കാരണവശാലും മൊബൈൽ കട തുറക്കാൻ അനുവദിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഓരോ കുടുംബത്തിനും അത് ഭീഷണി തന്നെയാണ്. ആണ് പെണ്ണ് ഭേദമില്ല. അതായത് എല്ലാവർക്കും ഭീഷണിയാണ് ഇവൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവനെ ഇനിയൊരു കട
ലോകത്തെവിടെയും തുറപ്പിക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ റാഫി എന്ന് പറയുന്ന ക്രിമിനൽ, ഇവനെ പോലെയുള്ള നിരവധി ക്രിമിനലുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പണ്ടൊരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിന് സംഭവിച്ചൊരു ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തിൻ്റെ മകൾക്ക് ഭയങ്കരമായിട്ട് കോളുകൾ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലതരത്തിലുള്ള അശ്ലീലങ്ങൾ പറയുന്നത്. അപ്പോൾ പുയ്യാപ്പിളയാണെങ്കിൽ ഗൾഫിലാണ്. ഇതെന്താണ്, ഇതെങ്ങനെ നമ്പറിലേക്കായി? അങ്ങനെ ഭയങ്കരമായിട്ട് അന്ന് സൈബർ സെല്ലോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ടില്ല. ഏതായാലും ഇവരെ നാട്ടുകാർ അന്വേഷിച്ചു, എങ്ങനെയാണ് ബന്ധുക്കളും കൂടി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ സ്ത്രീ ഒരു പ്രാവശ്യം റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോകുന്നു. ആ കടയിൽ വെച്ചിട്ട് റീചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സുന്ദരികളായ ഈ പെണ്ണുങ്ങളെ, പ്രവാസികളുടെ ഭാര്യമാരെ മാത്രം, അവരുടെ നമ്പർ മാത്രം ചൊട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരുണ്ടാകും. അവന്മാരെ നമ്പർ കൈക്കലാക്കിയിട്ട് പിന്നെ അങ്ങോട്ട് വിളിയായി. ചിലപ്പോൾ ചില ആൾക്കാർ വീണുപോടെ, ചില ആൾക്കാർ അങ്ങ് വീണുപോകും. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചില ആൾക്കാർക്ക് ഇതൊരു ശല്യമായല്ലോ. ചില ആൾക്കാരോടൊന്നും അറിയാം, ഞാൻ നിന്റെ ഭർത്താവിനോട് പറയും, എൻ്റെ കയ്യിൽ എല്ലാ റെക്കോർഡും ഉണ്ട്, നമ്മൾ സംസാരിക്കുന്ന എല്ലാ റെക്കോർഡുകളും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിന്റെ ഭർത്താവിനോട് പറയും, നിന്റെ ജീവിതം താറുമാറാവും, അതുകൊണ്ട് തന്നെ എനിക്ക് വഴങ്ങിത്തന്നോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പെട്ടെന്ന് തന്നെ ഇത് കേൾക്കുമ്പോൾ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്നു പോകും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ സഹോദരി പറഞ്ഞെന്താ, ഈ സഹോദരി നേരെ അതിൻ്റെ ഉപ്പയോട് പറയുന്നു. അങ്ങനെ ഇത് കണ്ടുപിടിക്കുന്നു. നല്ല പടയാണ് കൊടുത്തത്, വേറെ ഒന്നും നോക്കിയില്ല. പടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 പട തന്നെയായിരുന്നു കൊടുത്തത്. അതുപോലെ ചെയ്യാൻ കഴിയുള്ളൂ, അല്ലാതെ വേറെ എന്താ ചെയ്യാൻ കഴിയുക? അവിടെ നിന്നാണ് കൃത്യമായിട്ട് നമ്പർ ലീക്കായതെന്നും മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ കഴുകൻ കണ്ണുകളുമായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നൊരു കാര്യം ഇതാണ്, ഈ ഷഹലയ്ക്കും സംഭവിച്ചത് ഇത് തന്നെയാണോ? അതായത് ഷഹലയും അവിടെ മൊബൈൽ നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടോ? അവരുടെ സ്വകാര്യ ചിത്രങ്ങൾ എന്തെങ്കിലും ഇയാളുടെ കയ്യിലുണ്ടോ? അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഇവരെ കൊണ്ടുപോയത് എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഷഹല പറഞ്ഞത് കൊന്നുവിട്ട് കഴിഞ്ഞാലും ഞാൻ ഇവൻ്റെ കൂടെ പോകത്തില്ല എന്നാണ്. അതായത് ഇവൻ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടാകാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നല്ല രീതിയിൽ പൈസ കൈക്കലാക്കിയിട്ടുണ്ടാകാം, സ്വർണം കൈക്കലാക്കിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സ്ത്രീ ഇവനെ വെറുക്കുന്നത്. അതുകൊണ്ട് എന്നെ ഇവൻ്റെ കൂടെ അയക്കല്ലേ എന്നുള്ള തരത്തിൽ ആ സ്ത്രീ നിലവിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ മൊബൈൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴും അനേകം ആൾക്കാരുടെ ചിത്രങ്ങളും അല്ലെങ്കിൽ മോർഫ് ചെയ്തതോ ഇങ്ങനെയുള്ളതോ ഒക്കെ കാണാൻ കഴിയും എന്നാണ് എൻ്റെ ബലമായ സംശയം. അതായത് ഈ ഷഹല എന്ന് പറയുന്ന ഈ സ്ത്രീയെയും ഇവൻ ഇങ്ങനെയായിരിക്കാം കൊണ്ടുപോയത്. പറയാൻ പറ്റൂല. ചിലപ്പോൾ ഈ സ്ത്രീക്കാണെങ്കിൽ ഭർത്താവിനോട് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഇതിലേക്ക് പോയിട്ടുണ്ടാകും. കാരണം മാനസികപരമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ മൊബൈൽ നന്നാക്കാൻ വേണ്ടി കൊടുത്തു. ഓൻ കുറേ ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് ഓൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. പിന്നീട് അയ്യോ എൻ്റെ ജീവിതം പോയല്ലോ എന്ന് ആലോചിച്ച് സ്ത്രീ ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. ആ സമയത്തെന്ന് പറഞ്ഞാൽ ഭർത്താവ് ചോദിച്ചതിന് മറുപടി പറയാൻ പറ്റൂല, ഭർത്താവിൻ്റെ ഫോണ് മൈൻഡ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഭർത്താവുമായിട്ട് പിന്നീട് തെറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരിക്കാം ആ സ്ത്രീ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഇത് എൻ്റെ അനുമാനമാണ്, കൃത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് തെറ്റ് തന്നെയാണ്. ഒരിക്കലും നമുക്ക് ന്യായീകരിച്ച് പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അവരുടെ സ്വന്തക്കാരോട് പറയാം, ഇല്ലെങ്കിൽ ആങ്ങളമാരോട് പറയാം. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു അവസ്ഥ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടെങ്കിലും ഇത് തുറന്ന് പറയണം. ഒരു കാരണവശാലും ഇവന്മാരുടെ ഈ പരിപാടിയിൽ നിന്ന് കൊടുക്കരുത്. കാരണം നിങ്ങളുടെ ഒരു ഫോട്ടോ ലീക്കാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ലീക്കാക്കടാന്ന് പറഞ്ഞ് നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ അടുത്ത് പറയുക, അതാ വേണ്ടത്. എന്നിട്ട് ജീവിതം പോകുന്നതിനൊക്കെ പോട്ടെ, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. നന്ദി, നമസ്കാരം.